ഹായ് ടു ഓൾ, അസ്സലാമു അലൈക്കും ആൻഡ് വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇത് സ്പെഷ്യലായിട്ട് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഡെസേർട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മൾ ഇന്ന് റെഡിയാക്കി എടുക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഷീർ കുർമയാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക, ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ബോക്സിൽ ഫീഡ്ബാക്ക് മറക്കാതെ അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മളൊരു ഡെസേർട്ട് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 2 കപ്പ് പാലെടുത്തിട്ടുണ്ട്. 250 ml 2 കപ്പ് പാലെടുത്തിട്ടുണ്ട്. നമുക്കിനി നല്ലപോലെ അങ്ങ് തിളപ്പിച്ചെടുക്കുക. തിളച്ച് വന്നതിന് ശേഷം 2-3 മിനിറ്റ് എങ്കിലും നല്ലപോലെ ലോ ഫ്ലെയിം വെച്ച് തിളപ്പിച്ചെടുക്കണം. തിളപ്പിച്ച് കഴിഞ്ഞാൽ നമുക്കിന്നൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു കടായിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഗീ ചേർത്ത് കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ബട്ടർ ചേർത്ത് കൊടുക്കുക. ഇനി അതൊന്ന് മെൽറ്റായി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ചോപ്പ് ചെയ്തിരിക്കുന്ന നട്ട്സ് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ കുറച്ച് കാഷ്യൂ നട്ട്സും ബദാമും അതുപോലെ തന്നെ പിസ്തയും പീനട്ട്സും എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കുറച്ച് മുന്തിരി കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ ഡേറ്റ്സ് ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം ഓരോ ടേബിൾ സ്പൂൺ അളവിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിന്നൊരു 2 മിനിറ്റോളം നല്ലപോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ റോസ്റ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്കിനി അതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് 1/2 കപ്പ് വേമിസെല്ലിയാണ്. വേമിസെല്ലി നിങ്ങൾക്ക് നീളമുള്ളതാണെങ്കിലും ബ്രൗൺ കളറാണെങ്കിലും ഒന്നും കുഴപ്പമില്ല. ഞാനിവിടെ നമ്മുടെ സാധാരണ വൈറ്റ് കളർ വേമിസെല്ലിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊരു 1/2 കപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് എങ്കിലും നല്ലപോലെ അങ്ങ് ഒരു മീഡിയം ടു ലോ ഫ്ലെയിം വെച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു പാല് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ച് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്നുകൂടി ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് നല്ലപോലെ അങ്ങ് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ പാലിവിടെ നല്ലപോലെ അങ്ങ് തിളച്ച് വന്നിട്ടുണ്ട്. മീഡിയം ടു ലോ ഫ്ലെയിം വെച്ച് തന്നെ തിളപ്പിച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു ബൗളിലേക്ക് 1 ടീസ്പൂൺ കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ പാല് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് കട്ട കൂടാതെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ ഒരു പാലിൻ്റെ മിക്സിയിലേക്ക് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് കൈവിടാതെ ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഒന്നും കൂടി വീണ്ടും ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഒരു 5 മിനിറ്റെങ്കിലും നല്ലപോലെ അങ്ങ് തിളപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിം വെച്ച് ഇതുപോലെ ഇളക്കി കൊടുത്ത് നല്ലപോലെ തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് തന്നെ തിളപ്പിച്ചെടുത്താൽ മതിയാവും. പിന്നീട് സമയത്ത് നല്ലൊരു മണോട്ടം വരുന്നത് നമ്മുടെ ഈ ഒരു കസ്റ്റാർഡ് ഷീർ കുർമയുടെ. നമ്മുടെ വേമിസെല്ലി ആണെങ്കിലും നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്കിതിനെ സൂപ്പറായി സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ സെർവ് ചെയ്യാനുള്ള ബൗളിലേക്ക് ഞാനിവിടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് നട്ട്സ് ഒന്ന് ചോപ്പ് ചെയ്ത് ഇതുപോലെ വിതറി കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഡേറ്റ്സും വിതറി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കസ്റ്റർഡ് ഷീർ കുർമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത ശേഷം ഇഷ്ടമാകുകയെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ കണ്ട ശേഷം വീഡിയോ ഇഷ്ടമാകുകയെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. പിന്നെ നിങ്ങൾക്കിത് കഴിക്കുമ്പോൾ നല്ല ചൂടോടുകൂടിയും കഴിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ചൂടൊക്കെ ആറിയതിന് ശേഷം ഫ്രിഡ്ജ് വെച്ചിട്ട് 1-2 മണിക്കൂറൊന്നും തണുപ്പിച്ചിട്ടും കഴിക്കുക. രണ്ടും നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരോ അല്ലെങ്കിൽ ആദ്യം കാണുന്ന കൂട്ടുകാരോ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ടേസ്റ്റിയിലെ ക്രീമി ആയിട്ടുള്ള ഷീർ കുർമ എല്ലാവരും തീർച്ചയായും മറക്കാതെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ്ഡ് ഈദ് മുബാറക്. താങ്ക്സ് ടു ആൾ.